ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. 2024 വിട പറയുകയാണല്ലോ. 24 ജനുവരി മുതൽ ഇതുവരെ കേട്ട പോസിറ്റീവ് ന്യൂസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമായ ഒരു വാർത്തയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് ലോകം അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. യുദ്ധങ്ങളും പ്രകൃതി ദുരിതങ്ങളും മൂലം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അസ്വസ്ഥതകളുടെ വാർത്തകളാണ് നിർഭാഗ്യവശാൽ ദിവസവും നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഒരു പോസിറ്റീവ് ന്യൂസ് നമ്മുടെ കാതോരം എത്തുക എന്നത് തന്നെ ലോക ജനതയുടെ സൗഭാഗ്യമായി കാണേണ്ട ഒരു കാലഘട്ടമാണിത്. ലോകത്തെ തന്നെയും നമ്മുടെ രാജ്യത്തെയും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണല്ലോ ക്യാൻസർ എന്ന മഹാരോഗം. രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലവ് കൂടിയ ചികിത്സാ രീതിയാണല്ലോ ആ രോഗത്തിൻ്റെ പ്രത്യേകത. ഇത്രയും പണം ചിലവഴിച്ച് ചികിത്സിച്ചാൽ തന്നെ 100% മാറും എന്ന ഉറപ്പുമില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നത്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. ക്യാൻസർ എന്ന മഹാരോഗത്തിന് വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് 2024 ഏറ്റവും പോസിറ്റീവായ ന്യൂസ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിലും പോസിറ്റീവായ ഒരു ന്യൂസ് 2024 വർഷത്തിൽ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ വീക്ഷിക്കുന്ന നിങ്ങൾക്കും ഈ അഭിപ്രായം തന്നെയാവാൻ ആണ് സാധ്യത. വാക്സിന് പുറമെ കോശങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള മെഡിസിനും ലഭ്യമാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആധികാരികത പറയാൻ സാധ്യമല്ല. എന്നാലും വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് അതിന് നേതൃത്വം കൊടുത്ത രാജ്യമായ റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യയുടെ ആ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടു കൂടിയാണ് ലോകം സ്വീകരിച്ചത്. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ഓരോ വാർഡ് തലത്തിൽ നോക്കിയാൽ പോലും അനേകം ആളുകളാണ് ഈ രോഗം മൂലം, ഈ അസുഖം മൂലം ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇതിലും വലിയ പോസിറ്റീവായ വാർത്ത 2024 എന്ന വർഷം നമുക്ക് ഇനി സമ്മാനിക്കാനില്ല. അത്രയും പോസിറ്റീവായ ഒരു വാർത്തയാണ് 2024 വർഷം നമുക്ക് ഈ അവസാന കാലഘട്ടത്തിലാണെങ്കിലും അത് സമ്മാനിച്ചു. വാർത്തകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്തകൾ കേൾക്കുക നിർബന്ധമാണ്. എന്നാൽ വാർത്തകൾ കേട്ടാൽ ടെൻഷൻ വരുന്ന വാർത്തകളാണ് ഇന്ന് ലോകത്ത് നമ്മൾക്ക് ശ്രവിക്കാൻ സാധിക്കുന്നത്. അതിനൊരു സമാധാനം കിട്ടുന്ന ഒരു വാർത്തയാണിത്. ഈ വാർത്ത എന്തായാലും നല്ലൊരു വാർത്തയാണ്, ഒരു പോസിറ്റീവ് വാർത്തയാണ്. അപ്പോൾ ഇതിലും വലിയ ഒരു പോസിറ്റീവ് വാർത്ത 2024 എന്ന വർഷം നമുക്ക് സമ്മാനിക്കാൻ ഇനിയില്ല. അത്രയും നല്ല പോസിറ്റീവ് വാർത്തയാണ് ഈ സമ്മാനിച്ചിരിക്കുന്നത്. അത്രയും നല്ലൊരു പോസിറ്റീവ് വാർത്ത സമ്മാനിച്ചാണ് 2024 എന്ന വർഷം കടന്നു പോയിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ ഉള്ള ഒരു പോസിറ്റീവ് വാർത്ത തുടർന്ന് 2025 ശ്രവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാശിക്കാം. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ച് നിർത്തുന്നു. ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. അതോടൊപ്പം താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും താങ്കളുടെ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.